സിനിമയിൽ സൂപ്പർ നടിയാകണമെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തണം. സംവിധായകർക്ക് കിടന്നു കൊടുക്കണം, പച്ചയ്ക്ക് പറഞ്ഞാൽ. അല്ലെങ്കിൽ നിർമ്മാതാവിൻ്റെ ഇംഗീതത്തിന് വഴങ്ങണം. ഇതൊക്കെ ചെയ്താലേ ഒരു കാലത്ത് സിനിമയിൽ സൂപ്പർ നടിയാകാൻ സാധിക്കുകയുള്ളൂ. ഇതിനൊന്നും വഴങ്ങാത്തവർ ഒന്നുമല്ലാതായി മാറും സിനിമയിൽ. മലയാളത്തിൽ മാത്രമല്ല, എല്ലാ ഭാഷകളിലുമുള്ള ചിത്രങ്ങൾക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരിടത്തും വഴങ്ങാത്ത, തൻ്റെ ചാരിത്രം പണയം വയ്ക്കാത്ത ഒരു നടിയാണ് സുലക്ഷണ. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ സിനിമകളിൽ അഭിനയിച്ച സുലക്ഷണ നല്ല നടിയായിരുന്നു. പക്ഷേ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും ആഗ്രഹത്തിനൊത്ത് വഴങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് അവർ അതിവേഗം മലയാള സിനിമയിൽ നിന്ന് ഔട്ടായി. ഇപ്പോൾ തമിഴ് സീരിയലുകളിൽ സജീവ സാന്നിധ്യമാണ് സുലക്ഷണ. സുലക്ഷണ ജനിച്ചത് ആന്ധ്രാപ്രദേശിലെ രാജമഹേന്ദ്രവാരത്ത്. ബാലതാരമായാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ 2.5 വയസ്സ്. കാവ്യത്തലൈവി എന്നായിരുന്നു ആ സിനിമയുടെ പേര്. തുലാഭാരം എന്ന വിശ്വപ്രസിദ്ധമായ മലയാള ചിത്രത്തിൽ ബാലതാരമായി അവർ അഭിനയിച്ചിട്ടുണ്ട്. തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയിച്ചെങ്കിലും ശരീര പ്രദർശനത്തിന് അവർ വിമുഖത കാണിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ അഭിനയ സാധ്യതയുള്ള വേഷങ്ങൾ തേടി അവർ മലയാളത്തിലെത്തി. വസന്തോത്സവമാണ് അവരുടെ ആദ്യ മലയാള ചിത്രം. ആ ചിത്രം ഫ്ലോപ്പായി മാറി. അടുത്ത ചിത്രം ന്യായവിധിയാണ്. അതിലെ ഭൈമി എന്ന കഥാപാത്രമായി ഇഴുകിച്ചേരാനുള്ള കഴിവ്, പകർന്നാടാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് സുലക്ഷണ തെളിയിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന ചിത്രത്തിലെ നിർമ്മല എന്ന കഥാപാത്രവും, പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിലെ അമ്മുക്കുട്ടി എന്ന കഥാപാത്രവും സുലക്ഷണ അവതരിപ്പിച്ച വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ്. ഇവിടെ എല്ലാവർക്കും സുഖം, ചെപ്പ്, തൂവാനത്തുമ്പികൾ, മന്ദനം തുടങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളിൽ നായികയ്ക്ക് തുല്യമായ വേഷത്തിൽ സുലക്ഷണ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ചെപ്പിൽ. ന്യായവിധിയിൽ മമ്മൂട്ടിയായിരുന്നു സുലക്ഷണയുടെ നായകൻ. സുകുമാരൻ പ്രത്യേക ഗെറ്റപ്പിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രം കൂടിയായിരുന്നു അത്. തലയൊക്കെ മൊട്ടയടിച്ച് വളരെ ശ്രദ്ധേയമായ രീതിയിൽ സുകുമാരൻ പ്രത്യക്ഷപ്പെട്ട ചിത്രം. 7ാം സൂര്യനാണ് സുലക്ഷണ അഭിനയിച്ച അവസാനത്തെ മലയാള സിനിമ. 2014 അത് റിലീസ് ചെയ്തത്. സുലക്ഷണ വിവാഹം കഴിച്ചത് പ്രശസ്ത സംഗീതജ്ഞനായ MS വിശ്വനാഥൻ്റെ മകൻ ഗോപികൃഷ്ണനെ. അവർക്ക് 3 ആൺമക്കൾ. വിവാഹശേഷം കുറച്ചുകാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്നു അവർ. പിന്നീട് സീരിയലുകളിലൂടെ സജീവമായി മാറി. ഇപ്പോൾ തമിഴ് സീരിയലുകളിൽ അവിഭാജ്യ ഘടകമാണ് അവർ. നല്ല നടിയായിരുന്നു അവർ, അതിലൊരു സംശയവും വേണ്ട. സൗന്ദര്യവും ഉണ്ടായിരുന്നു അവർക്ക്. തെലുങ്കത്തിയാണെങ്കിലും മലയാളിത്തമുള്ള മുഖമുണ്ടായിരുന്നു അവർക്ക്. പക്ഷേ സംവിധായകർക്ക് അതൊന്നുമല്ലല്ലോ വേണ്ടത്. സംവിധായകർക്ക് വേണ്ടത് നടിയുടെ ശരീരമാണ്. അവരുമൊത്ത് രസിക്കാനുള്ള, കാമകേളികളാടാനുള്ള അവസരമാണ്. ആ അവസരങ്ങൾക്കൊന്നും സുലക്ഷണ നിന്നുകൊടുത്തില്ല. ഒരിടത്തും അവർ പരാജയപ്പെടാതെ തലയുയർത്തിപ്പിടിച്ചു തന്നെ നിന്നു. അതുകൊണ്ട് തന്നെ സൂപ്പർ നടിയായില്ല മലയാളത്തിൽ അവർ. തെന്നിന്ത്യയിൽ അവർ എന്ന് വേണമെങ്കിൽ പറയാം. തെന്നിന്ത്യയിൽ ഭാഗ്യരാജിൻ്റെയൊക്കെ ചിത്രങ്ങളിൽ നായികയായിരുന്നു ഒരു കാലത്ത് അവർ. പക്ഷേ തൻ്റെ വ്യക്തിത്വം പണയം വെച്ച്, തൻ്റെ ശരീരം പണയം വെച്ച് അഭിനയിക്കേണ്ട എന്ന ശക്തമായ തീരുമാനം അവർ എടുത്തു. അതുകൊണ്ട് തന്നെ പല അവസരങ്ങളും അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. 80കളിലെ നടികളുടെ കൂട്ടത്തിൽ സുലക്ഷണ എന്ന പേര് കാണില്ല. പക്ഷേ ഒരു കാലത്ത് പ്രേക്ഷകർ
അവരെ ഓർമ്മിക്കുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു സിനിമ കേരള.